സംസ്ഥാന തലത്തിൽ നമ്മുടെ ലിഫ എന്ന് പറയുന്നത് എല്ലാ വർഷവും സുബർദോ കപ്പ് വിന്നേഴ്സാണ്. അവർ ട്രിവാൻഡ്രം സോണിൽ വിന്നറാകുന്നു. എല്ലാ വർഷവും സംസ്ഥാന തലത്തിൽ കളിച്ചു വരുന്നു. നമുക്കായിട്ട് അണ്ടർ 15, അണ്ടർ 17, അണ്ടർ 19, അണ്ടർ 21 എന്ന 4 മേഖലകളിലും നമ്മുടെ കുട്ടികൾ വളരെയധികം നല്ലൊരു സുദീർഘമായ കായിക അവർക്ക് കാഴ്ചവെക്കുവാൻ സാധിക്കുന്നുണ്ട്. ലിഫ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിലൊത്തിരി പേരുടെ കൂട്ടായ പരിശ്രമമാണ്. വൈദികരുടെയും ബിഷപ്പിൻ്റെയും അതിനേക്കാളും ഉപരിയായിട്ട് കോച്ചുകളുടെയും ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെയും കൂടിവരവായിട്ടുള്ള ഒരു സംരംഭമാണ് ലിഫ ഫുട്ബോൾ അക്കാഡമി. ഒരു സ്റ്റേറ്റ് കളിപ്പിക്കുക, നാഷണൽസ് കളിപ്പിക്കുക, സാധിക്കുമെങ്കിൽ ഇൻ്റർനാഷണലിലോട്ടും അവർക്ക് എത്തിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ളൊരു പ്രക്രിയയിലൂടെ ഇന്ന് ലിഫയിൽ 2 ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്, 16 നാഷണൽ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ടീമിൽ അനേകർ പങ്കാളികളായിട്ടുണ്ട്. ഈ വർഷം തന്നെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ടീമിൽ 9 പേര് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. തീരദേശ മേഖലയിൽ നിന്നും സാഫ് സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ചാമ്പ്യൻഷിപ്പിൽ വിജയിയായി മാറുന്ന ആദ്യത്തെ ആൾ ലിഫയിൽ നിന്നുള്ളതാണ് എബിൻ ദാസ്. ലിഫയുടെ അണ്ടർ 15 ക്യാപ്റ്റൻ ഫിഗോ ഷാരോൺ തമിഴ്നാട് സബ് ജൂനിയർ ടീമിൽ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2022 ലണ്ടനിൽ നടന്ന PL നെക്സ് ജനറൽ കപ്പിൽ ഷെറിൻ ഇൻ്റർനാഷണൽ താരമായിട്ട് സെൻട്രൽ ബാക്ക് കളിക്കുകയുണ്ടായി. അതുപോലെ തന്നെ യൂത്ത് ലീഗ്, ISL ഡെവലപ്മെൻറ്റ് ലീഗ്, ഇതുവരെയെല്ലാം തന്നെയും കേരളത്തെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ലിഫ താരങ്ങൾ കളിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മുന്നേറുന്ന ഈ ലിഫ ടീമിനെ അവർക്ക് വേണ്ടിയുള്ള കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുവാൻ രൂപത ഇന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഈ ലിഫ ഫുട്ബോൾ അക്കാഡമിയിലേക്ക് കുട്ടികൾ വരുമ്പോഴത്തേക്കും ഈ കുട്ടികളിൽ 3 കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. എഡ്യൂക്കേഷൻ, ലീഡർഷിപ്പ്, ഡിസിപ്ലിൻ എന്നീ 3 കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഈ കുട്ടികളിൽ കൊടുക്കുവാൻ സാധിക്കുന്നത്. ലീഡർഷിപ്പ് ഒരു സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കായിക മേഖലയായിരുന്നാലും ഒറ്റ ലീഡർഷിപ്പിലൂടെ നമുക്ക് ആ ടീമിനെ മുന്നോട്ട് ലീഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഡിസിപ്ലിനാണ് അതിന് ഉപരിയായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുവാൻ സാധിക്കുന്നത്. അതായത് ഡിസിപ്ലിൻ ആകുമ്പോഴത്തേക്കും നമ്മൾ ലിഫയിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം 6 മണിക്കാണ് കുട്ടികൾ എഴുന്നേൽക്കുന്നത് ദിവസവും. അത് കഴിഞ്ഞതിന് ശേഷം 7 മണിക്ക് എല്ലാ ദിവസവും നമ്മൾ ദിവ്യബലി ഉണ്ടായിരിക്കും. ദിവ്യബലി കഴിഞ്ഞ് ആഹാരം കഴിഞ്ഞിട്ട് പിന്നെ അരമണിക്കൂർ സ്റ്റഡിയാണ്. ഈ അരമണിക്കൂർ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികൾ നേരെ പോകുന്നത് സ്കൂളുകളിലേക്കാണ്. ഈ സ്കൂളുകൾ കഴിഞ്ഞ് വൈകുന്നേരം 4 മണിയാകുമ്പം കുട്ടികൾ തിരിച്ചെത്തിയതിന് ശേഷം പിന്നെ അവർക്ക് ഫുട്ബോൾ പ്രാക്ടീസൊക്കെ ആയിരിക്കും. ഈ ഫുട്ബോൾ പ്രാക്ടീസ് നൽകുവാനായിട്ട് നമുക്ക് 4 കോച്ചസിനാണ് ഇവിടെ ഉള്ളത്. ഫുട്ബോൾ പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ 1 മണിക്കൂർ അവർ ഫ്രീ ആയിരിക്കും. ബാത്തും കഴിഞ്ഞ് അവർ കുട്ടികളൊക്കെ പരസ്പരം സംസാരിച്ച് അവരുടെ ആ ഒരു സ്നേഹ വിവരങ്ങളൊക്കെ പങ്കുവെച്ച് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 8 മണി വരെ അവർക്ക് സ്റ്റഡി ആയിരിക്കും. ആ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം പിന്നെ 1 മണിക്കൂർ ഫ്രീ. അതിനിടയ്ക്ക് അവർ ആഹാരം കഴിക്കുവാനായി സപ്പർ എടുക്കുവാനായി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ വിളിക്കുകയും വീട്ടുകാരുമൊത്ത് സംസാരിക്കുകയും അങ്ങനെ അവരുടെ സമയങ്ങളൊക്കെ എല്ലാം പങ്കിടും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു അരമണിക്കൂർ സ്റ്റഡി, 10 മണി വരെ അവർ പഠിക്കും. ആ പഠനം കഴിഞ്ഞതിന് ശേഷം അവർ 5 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് അവർ ബെഡുകളിലേക്കാണ് പോകുന്നത്. അപ്പം ഇതിനിടയ്ക്ക് നമ്മൾ ഈ ഒരു ടൈം ടേബിളിലൂടെ കൂടുതലും അവർക്ക് പ്രാധാന്യം നൽകുന്നത് എങ്ങനെ ഒരു ഡിസിപ്ലിനായിട്ട് ജീവിക്കുവാം എന്നുള്ള ഒരു കാര്യമാണ്. അതായത് ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ സമൂഹത്തിൽ വളരെ പിന്തിരിഞ്ഞു പോകുന്നതോടും നമ്മൾ നല്ല കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്ത് അവരുടെ സ്വഭാവം നല്ല രീതിയിലൊന്ന് രൂപീകരിക്കുവാനായിട്ട് നമ്മൾ ഈ ലിഫ എന്ന ഫുട്ബോൾ അക്കാഡമി കൂടുതൽ പ്രാധാന്യം നൽകുകയാണ്.
ലിഫയുടെ അക്കാഡമിക് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവർക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കുക, അക്കാഡമിക് സപ്പോർട്ട് കൊടുക്കുക, SSLC കുട്ടികൾക്ക് കൂടുതൽ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ സോഷ്യൽ സയൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരെ പഠിപ്പിക്കുക. ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റാണ് കുട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കാരണം കളിയും അതുപോലെ അവർക്ക് കുർബാന, ഈ സ്റ്റഡി, ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികൾക്ക്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എടുക്കണം, ട്യൂഷൻ പോലെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുക. അവരതിനോട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. എന്നാൽ ഈ കളിയുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കറിയാമല്ലോ, അവരെ കുറച്ച് മനസ്സിലാക്കി അവർക്ക് പറയുന്ന രീതിയിൽ വളരെ റിസപ്റ്റീവാണ് കുട്ടികൾ. അവരുടെ ഭാഗത്തുനിന്ന് നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. നമുക്ക് ഇപ്പോഴ് ഉദാഹരണത്തിന് 15 കുട്ടികളാണ് SSLCക്ക് ഇരിക്കുന്നതെങ്കിൽ 4-5 കുട്ടികൾ കുറച്ചുകൂടെ ഒരു ഹൈ എക്സലൻസിലേക്ക് അച്ചീവേഴ്സാണ്, കുറച്ചുകൂടെ ഇങ്ങനെ മിടുക്കരായിട്ട് പഠിക്കുന്നവരാണ്. മറ്റു കുട്ടികൾ അവരോടൊപ്പം വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവർക്ക് ഒരു റാങ്ക് ഫയൽ വെച്ചാണ് ഫോളോ ചെയ്യുന്നത്. നമ്മളൊരു റാങ്ക് ഫയൽ, SSLCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ഒരു റാങ്ക് ഫയൽ ഇവർക്കുണ്ട്. ആ റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് ഒരു പ്രാക്ടീസ് ഡ്രിൽ മോഡലിൽ ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ് അനുസരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരെ കൊണ്ട് എഴുതിപ്പിച്ച് പോകുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് ഒരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു രീതിക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത് മാക്സിമം അവർക്ക്. അതിന് ഫലവുമുണ്ട്. അത് നല്ലൊരു അച്ചീവ്മെൻ്റ് ഉള്ള ഒരു എഡ്യൂക്കേഷൻ മെറ്റീരിയലാണത്. ലിഫയിലോട്ട് വരുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരുപാട് ടൂർണമെൻറ്റ്സുകൾക്ക് അവസരമുണ്ട്. ടൂർണമെൻറ്റ്സുകൾ കളിക്കാനുള്ള അവസരമുണ്ട്. യൂത്ത്, അണ്ടർ 17, അണ്ടർ 14, ഡെവലപ്മെൻറ്റ് ലീഗ്, യൂത്ത് ലീഗ്, ഡിസ്ട്രിക്ട്, അങ്ങനെ തുടങ്ങിയ നിരവധി ടൂർണമെൻറ്റുകൾ പങ്കെടുക്കുന്ന ഒരു അക്കാഡമിയാണ് ലിഫ. അതുകൊണ്ടാണ് കൂടുതലും കുട്ടികളും ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കുന്നത്. ക്വാളിഫൈഡ് കോച്ചസാണ് ഇതെല്ലാം കോച്ചിങ് സൈഡിലോട്ട് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ടെക്നിക്കൽ ഡയറക്ടറും ചീഫുമായ ക്ലെയോഫോ അലക്സ് എന്ന് പറയുന്നത് ചെന്നൈയിൻ FC-യുടെ കോച്ചാണ്. പുള്ളിയുടെ അണ്ടറിലാണ് ഈ ഫുട്ബോൾ അക്കാഡമി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള തീരദേശ മേഖലയിൽ നിന്നും വളർന്നു വന്നിട്ടുള്ള കോച്ചസ് എന്ന് പറയുന്ന കുറേ ആൾക്കാരുടെ നല്ലൊരു കോച്ചിങ് സൈഡ് ഉള്ളത് കൊണ്ടാണ് ആ കുട്ടികളെല്ലാം നമ്മുടെ കൂടെ വരുന്നത്. തീരദേശത്തെ കഴിവുള്ള കുട്ടികളെ കണ്ടെടുത്ത് അവർക്ക് ശാസ്ത്രീയമായ പരിശീലനം നൽകി അവരെ ഫുട്ബോളിൻ്റെ ഉന്നത തലങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ലിഫ ഫുട്ബോൾ അക്കാഡമിയുടെ ലക്ഷ്യം. നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ലാഡർ കപ്പ് എന്ന ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ തീരദേശത്തെ 48ഓളം ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൽ നല്ല പെർഫോമൻസ് കാണിക്കുന്ന കുട്ടികളെ 250ഓളം കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു നോൺ റെസിഡൻഷ്യൽ ക്യാമ്പ് 2 വീക്സ് നടത്തി അതിൽ നിന്നും 50ഓളം കുട്ടികളെ തിരഞ്ഞെടുത്ത് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് നടത്തി അതിൽ നിന്നും നല്ല പെർഫോമൻസും എബിലിറ്റിയും ഉള്ള 20ഓളം കുട്ടികളെ എടുത്തുകൊണ്ടാണ് നമ്മുടെ റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാഡമിയിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ സെലക്ഷൻ ക്രൈറ്റീരിയ. വൺസ് നമ്മുടെ അക്കാഡമിയിലോട്ട് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിഫയുടെ സ്വപ്നമെന്ന് പറയുന്നത് കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും സ്വപ്നങ്ങളില്ലാതെ മുന്നിലോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ആ കുട്ടികൾക്ക് ഫുട്ബോളിലൂടെ ഏത് ഉന്നത തലത്തിൽ എത്തിക്കാൻ പറ്റും എന്നവരെ ആദ്യം സ്വപ്നം കാണിച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഗ്രാസ് റൂട്ട് മുതലുള്ള ടെക്നിക്കൽ ആൻഡ് ടാക്റ്റിക്കൽ ലെവലുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ ഹൈ തലങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ലിഫ ഫുട്ബോൾ അക്കാഡമി എയിം ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് 2 ഇൻ്റർനാഷണൽ പ്ലേയേഴ്സിനെയും 35ഓളം നാഷണൽ പ്ലേയേഴ്സിനെയും 46 സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് പ്ലേയേഴ്സിനെയും നമുക്ക് രൂപം കൊടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ അച്ചീവ്മെൻറ്റ്സിനെല്ലാം പിന്നിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ പൂർണ്ണമായ സപ്പോർട്ടും അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിനെ വിശ്വസിക്കുന്ന നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ ആൾക്കാരുടെയും പിന്തുണ കൊണ്ടാണ് ലിഫ മുന്നോട്ടുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രൊഫഷണൽ അക്കാഡമിയിൽ വേണ്ട എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മുടെ പക്കലുണ്ട്. അത് പോയിട്ട് നമ്മുടെ ട്രെയിനിങ് സെക്ഷൻ എന്ന് പറയുന്ന ബേസിക് ഗ്രാസ് റൂട്ട് തൊട്ട് തുടങ്ങുന്നതാണ്. ബേസിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കോച്ചിങ് ചെയ്യുന്നത്. അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നുമുണ്ട്. ഫിസിക്കലായിട്ട് നമ്മൾ ഫണ്ണായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ വിത്ത് ബോളിലുള്ള കുറേ എക്സസൈസ് ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റാമിന വർക്ക്, നമ്മൾ ബീച്ചിൽ പോയിട്ട് സ്റ്റാമിന വർക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ ലിഫ ഫോളോ ചെയ്യുന്ന കോച്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്
നമ്മുടെ സെഷൻ ക്രൈറ്റീരിയ. ബേസിക്കലി നമ്മൾ ഗ്രാസ് റൂട്ട് ലെവൽ വരുമ്പോൾ അവരെ ബോൾ സെൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. വൺസ് അവർ ബോൾ സെൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടത് അവരുടെ എൻട്രൻസ് ലെവൽ, ഫ്ലെക്സിബിലിറ്റി, കോർഡിനേഷൻ, അതുപോലുള്ള ടെക്നിക്കൽ സൈഡിലുള്ള സിസ്റ്റമാറ്റിക്കുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ എബിലിറ്റിയുള്ള ടെക്നിക്കൽ ടീം വർക്ക് ചെയ്യുന്നുണ്ട്. വൺസ് അതായത് ഇൻഡിവിജ്വലി നമ്മൾ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ട്രെയിനിങ് സിസ്റ്റം മുന്നോട്ട് പോകുന്നത്. ആർക്കൊക്കെയാണോ ഫ്ലെക്സിബിലിറ്റി കുറവുള്ളത്, ആർക്കൊക്കെയാണോ ബോർഡ് സെൻസ് കുറവുള്ളത്, ആർക്കൊക്കെയാണോ എൻട്രൻസ് കുറവുള്ളത്, അവരുടെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഏതൊക്കെ എബിലിറ്റി കുറവുണ്ടോ ആ രീതിയിലുള്ള ട്രെയിനിങ് സെഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ. സപ്പോസ് ഇപ്പോൾ ബോൾ സെൻസ് കുറവുള്ള കുട്ടികൾക്കാണെങ്കിൽ സ്മോൾ സൈഡ് ഗെയിം കൊടുത്തുകൊണ്ടും അതോടൊപ്പം തന്നെ എൻട്രൻസ് കുറവുള്ള കുട്ടികൾക്ക് എൻട്രൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഷോർട്ട് സ്പ്രിൻറ്റുകൾ കൊടുത്തുകൊണ്ടും ഫ്ലെക്സിബിലിറ്റി കുറവുള്ള കുട്ടികൾക്ക് ലാഡർ വർക്ക്, അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഓവറോൾ എങ്ങനെ ഒരു ഫുട്ബോൾ ഫീൽഡിൽ അവരെ പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് പാറ്റേൺ ആണ് ലിഫ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാലൻ്റ് അവർ ഗ്രൗണ്ടിൽ വന്ന് നമ്മളൊരു 1-2 ദിവസം കൊണ്ട് അവരെ മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക്. അവരെ ആ ബോൾ ടച്ചും അവരെ പൊസിഷനിങ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഏത് പൊസിഷനാണ് അവർക്ക് ബെറ്ററായിട്ട് ചേരുന്നതെന്നുള്ള നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അവരെ ആ ഇതിലോട്ട് മാറ്റും നമ്മൾ. ഗോൾ കീപ്പർ മെയിനായിട്ട് അവരെ ഗ്രിപ്പിങ് തന്നെയാണ്, പിന്നെ അവരെ പൊസിഷനിങ്, പിന്നെ അവരെ കിക്കിങ്, പിന്നെ അവരെ ബോൾ കൺട്രോളൊക്കെ വളരെ പ്രധാനമാണ്. ഇപ്പോഴത്തെ ഗോൾ കീപ്പേഴ്സിൽ നിന്നാണ് ഒരു മൂവൊക്കെ സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള പിന്നെ ഡൈവിങ് ഒക്കെ അതിനായിട്ട് മെയിനായിട്ട് വരുന്നതാണ്. ഫ്രം ദി ഏജ് ഓഫ് 12 നിന്ന് സീനിയർ കാറ്റഗറി വരെ നമ്മുടെ പ്ലേയേഴ്സ് ഉണ്ട്. സീനിയർ കാറ്റഗറി എന്ന് വെച്ചാൽ അണ്ടർ 21 വരാം, U15, U17 ആൻഡ് സീനിയർ കാറ്റഗറി. ഫ്രം ദി ഏജ് ഓഫ് 12 നിന്ന് എടുക്കുന്ന പ്ലേയേഴ്സാണ് ഫ്രം കോളേജ് വരെ അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ്ലി എഡ്യൂക്കേഷൻ, റെസിഡൻഷ്യൽ എല്ലാം കൊടുത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ലിഫാവ. ഇതിൻ്റെ ഫുൾ പ്രിവിലേജസും ലിഫാവ കൊടുക്കുന്നത്. ഈ പ്ലേയേഴ്സ് എങ്ങനെ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ ഫ്രം ദി കോസ്റ്റൽ റീജിയൻ, ഫ്രം കേരള ടുവേർഡ്സ് തമിഴ്നാട് വരെ ഇരിക്കുന്ന കോസ്റ്റൽ റീജിയനിൽ ഇരിക്കുന്ന എല്ലാ പ്ലേയേഴ്സും സെലക്ട് ചെയ്ത് സ്കൗട്ട് ചെയ്ത് നല്ല ക്വാളിഫൈഡ് കോച്ചസ് വെച്ച് സ്കൗട്ട് ചെയ്ത പ്ലേയേഴ്സിനെ നമ്മൾ ലിഫാലോട്ട് എടുക്കും. ലിഫ എനിക്ക് തോന്നുന്ന ഒരു മറ്റുള്ള അക്കാഡമി അപേക്ഷിച്ച് നല്ല രീതിയിൽ പിള്ളേരെ ഇവിടെ നിർത്തി പഠിപ്പിച്ച് അവരെ ഒരു ഫാമിലിയായിട്ട് കൊണ്ട് അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ പലയിടത്തുനിന്നും വന്ന് പ്രാക്ടീസ് ചെയ്ത് പോകുന്നതല്ല, ഇവിടെ അവരൊരു ടീമായിട്ട് നിന്ന് ഒരു കുടുംബം പോലെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് മെൻ്റലി അവർ അറ്റാച്ച്മെൻ്റ് ആകും. അപ്പോൾ അവരത് ഗ്രൗണ്ടിൽ നല്ലതായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യും. ഒരു ഗെയിമിൽ കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട് ഓട്ടോമാറ്റിക്കലി അവർക്ക് മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിഫ റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാഡമി വൺസ് ഇൻ എ മന്ത് എക്സ്പെർട്ടായ സൈക്കോളജിസ്റ്റിനെയും അതുപോലെ തന്നെ യോഗ ട്രെയിനേഴ്സിനെയും കൊണ്ടുവന്ന് അവർക്ക് എങ്ങനെയാണ് മെൻ്റലി സ്ട്രോങ് ആയിരിക്കാൻ സാധിക്കുക എന്നുള്ള ട്രെയിനിങ് സിസ്റ്റം അവർക്ക് കൊടുക്കാറുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ അതോടനുബന്ധിച്ച് നമ്മൾ ഫീൽഡ് വിസിറ്റുകൾ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ RCC പോലുള്ള നമ്മുടെ ഹോസ്പിറ്റൽ വിസിറ്റ്, അതോടൊപ്പം തന്നെ വൃത്ത സദനങ്ങൾ വിസിറ്റ് ചെയ്യും. അതുപോലുള്ള സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ടും അതുകൂടാതെ എക്സ്പെർട്ടായ ഫീൽഡിൽ എക്സ്പെർട്ടായ ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ടും മെൻ്റലി ഫിസിക്കലി അവരെ സ്ട്രോങ് ആക്കിക്കൊണ്ട് തന്നെയാണ് ഫീൽഡിലോട്ട് പോകുന്നത്. നമ്മൾ ലിഫാൽ 2 ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ്, 2 കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ്, കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിൽ കളിക്കുന്ന 2 പ്ലേയേഴ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ മോർ ദാൻ 40 സ്റ്റേറ്റ് പ്ലേയേഴ്സ്, ഐ ലീഗ് കളിക്കുന്ന പ്ലേയേഴ്സ്, സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന പ്ലേയേഴ്സ്. വി ഹാവ് പ്ലെൻറ്റി ഓഫ് പ്ലേയേഴ്സ് ഫ്രം ലിഫ. എല്ലാ പ്ലേയേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക
നമ്മുടെ സ്റ്റേറ്റോ അല്ലെങ്കിൽ നമ്മുടെ ലിഫാനെ കുറിച്ചോ എവിടെയെങ്കിലും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഓൾസോ വി ഗോട്ട് 5 to 6 players ഫോർ ദ സന്തോഷ് ട്രോഫി ടീം അറ്റ് ചെന്നൈ. സന്തോഷ് ട്രോഫി ടീമിന് വേണ്ടി ചെന്നൈയിൽ ക്യാമ്പിലുള്ള പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. ആക്ച്വലി തമിഴ്നാട്ടിൽ ഉള്ള പ്ലെയേഴ്സ്, ബിക്കോസ് നമ്മൾ കോസ്റ്റൽ റീജിയനിൽ നിന്ന് എടുക്കുന്ന പ്ലെയേഴ്സാണ്. കേരള ആൻഡ് തമിഴ്നാട്ടിൽ ഇരിക്കുന്ന കോസ്റ്റൽ റീജിയനിൽ സെലക്ട് ചെയ്യുന്ന പ്ലെയേഴ്സും കേരളത്തിലിരിക്കുന്ന പ്ലെയേഴ്സ് കേരള ടീമിനെ റെപ്രസെൻറ്റ് ചെയ്യും, തമിഴ്നാട്ടിലിരിക്കുന്ന പ്ലെയേഴ്സ് തമിഴ്നാട് ടീമിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ 3 തലങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അതായത് മൺവിള, പാളയം, കഴക്കൂട്ടം സെൻറ്റേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലിഫ പരിശീലനത്തെ കൂടുതൽ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട മികവുറ്റ പരിശീലനവും താമസ സൗകര്യങ്ങളും മറ്റുള്ള അനുബന്ധ കാര്യങ്ങളും അവർക്കായിട്ട് സജ്ജമാക്കുന്നതിന് വേണ്ടി ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റി 2024 കൂടി ആരംഭിക്കുവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൂടെ കുട്ടികളുടെ മികവ് വീണ്ടും ഒന്നുകൂടെ ഉയരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനായിട്ട് മരീൻ എഞ്ചിനീയറിംഗ് കോളേജ്, മരീൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, പാളയം സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, മറ്റിതര സ്ഥാപനങ്ങൾ, ഇവരുടെ എല്ലാം കൂടെ സഹകരണം ഞങ്ങൾ എടുക്കുന്നുണ്ട്. അനേകം ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അവരുടെ സപ്പോർട്ട്സ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇതുപോലെ തന്നെ നേരത്തെ നടത്തിയിട്ടുള്ള നാഷണൽ തലത്തിലുള്ള ടൂർണമെൻറ്റ്സ് വീണ്ടും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ കണ്ടക്ട് ചെയ്തപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, കേരള തലത്തിലുള്ള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്. കേരളത്തിലെ മിക്ക മന്ത്രിമാരും അതിൽ പങ്കെടുത്തിരുന്നു, സാംസ്കാരിക നായകന്മാർ വന്നിരുന്നു ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി. 40ഓളം ടീംസ്, നാഷണൽ തലത്തിലുള്ള ടീംസ്, ജൂനിയർ ടീംസ് വന്നതിൽ പങ്കെടുക്കുകയുണ്ടായി. അവർക്കുള്ള താമസവും അവർക്കുള്ള ട്രാവലിംഗ് ഫെസിലിറ്റീസും ഭക്ഷണവും എല്ലാം തന്നെ ഒരുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നെന്ന് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി. അതുപോലെയുള്ള ടൂർണമെൻറ്റ്സിലൂടെ ഗെയിംസ് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കുക, അതിലൂടെ കൂടുതൽ ഇവരുടെ ചിന്തകളെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ ഉണർത്തിക്കൊണ്ടുവന്ന് ഭാവിയിലെ നല്ല ഇൻ്റർനാഷണൽ തലങ്ങളിൽ കളിക്കുന്ന ആൾക്കാരായിട്ട് മാറുക, ആ എക്സ്പോഷറിലൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് രൂപത തീർച്ചയായിട്ടും അഭിനന്ദ പിതാക്കന്മാരും വൈദികരുമെല്ലാം തന്നെയും അത്തരത്തിലുള്ള ഒരു വലിയ സപ്പോർട്ട് ഇതിനായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായിട്ടും പ്രാർത്ഥനയായിട്ടും അതുപോലെ തന്നെ കൂടെ സഞ്ചരിക്കുന്ന ആ രീതിയിലും ഉള്ള വലിയൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ലിഫയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൊതുജന എന്നുള്ള, അതായത് സ്റ്റേറ്റിൻ്റെ ആൾക്കാരായാലും മറ്റ് ഗെയിംസിൻ്റെ തലത്തിൽ നിൽക്കുന്ന ആൾക്കാരായാലും അവരുടെ ഭാഗത്തു നിന്നും വലിയ സപ്പോർട്ടാണ് കിട്ടുക. നാഷണൽ തലത്തിൽ കളിക്കുന്ന പല കളിക്കാരും ലിഫ സന്ദർശിക്കാറുണ്ട്. IM വിജയനെ പോലുള്ള ആൾക്കാർ പലതവണ സന്ദർശിച്ചിട്ടുണ്ട്, കുട്ടികളുമായിട്ട് ഡയലോഗ് നടത്താറുണ്ട്. അതുപോലെയുള്ള BP ഷാജി പോലെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള അനേകം പ്ലേയേഴ്സ് ഇവിടെ വന്ന് കുട്ടികളുമായിട്ട് സംബന്ധിക്കുന്നത് കുട്ടികൾക്ക് ഒരു ഉണർവ് നൽകുന്നുണ്ട്. ലിഫ ഇന്ന് നേരിടുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. ഓരോ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം ടൂർണമെൻറ്റുകളിൽ ട്രിവാൻഡ്രത്തിൽ മാത്രമല്ല നടക്കപ്പെടുന്നത്, കാസർഗോഡും കോഴിക്കോടും എറണാകുളവും പോലുള്ള സ്ഥലങ്ങളിലാണ് ഏറെ പ്രധാനമായിട്ട് നമ്മുടെ കേരള ടൂർണമെൻറ്റ്സൊക്കെ നടത്തപ്പെടുക. ആയതിനാൽ ഈ കുട്ടികളെ അവിടെ കൊണ്ടുപോയി പാർപ്പിച്ച് അവർക്കായിട്ട് ആ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വവും ഭാരിച്ച ഒരു ഫിനാൻഷ്യൽ ക്രൈസിസും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നിരുന്നാലും രൂപതാൽ തന്നാൽ കഴിയുന്ന രീതിയിൽ ഈ കുട്ടികളെ സഹായിക്കുവാൻ വേണ്ടവിധ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നത് കൊണ്ടാണ് ഇന്നും ഈ ഒരു ലിഫ ഫുട്ബോൾ അക്കാഡമി ഇത്രയും മാത്രം വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നത്. മാറ്റം യൂത്ത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. ആ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുമുള്ളത്. ഇതിലൂടെ യൂത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. വഴിതെറ്റി പോകാതെ കുട്ടികൾ ഒരു നേർവഴിയിലോട്ട് എത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ കൂടുതൽ പ്രതീക്ഷ നമുക്കിത് സാധിക്കും എന്നുള്ളതിന്. ഒരു ലിഫയിലൂടെ വളർന്നു വരുന്ന ഒരു കുട്ടി ഒരു വലിയ അച്ചീവ്മെൻറ്റ് നേടുമ്പോൾ അതൊരു കായിക അച്ചീവ്മെൻറ്റ് മാത്രമല്ല, അതൊരു മാതൃകയായിട്ട് മാറുകയാണ് മറ്റുള്ള മേഖലയിലെ കുട്ടികൾക്കും. എനിക്കും ഇതുപോലെ സാധിക്കും, പല മേഖലകളിലും
എനിക്ക് നേട്ടം വരിക്കാൻ അതുപോലെ സാധിക്കും എന്നുള്ള ഒരു വലിയൊരു മാതൃകയാണ് കൊടുക്കുന്നത്. ലിഫ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്നുള്ളത് ഈ കുട്ടികൾ കായിക മേഖലയിൽ പ്രത്യേകം ശ്രദ്ധിക്കും, കളിയിൽ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും പഠനത്തിൽ ശ്രദ്ധ അല്പം കുറയുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്കയായിട്ട് മാറിയിട്ടുണ്ട്. എങ്ങനെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാം? കാരണം നമ്മൾ ഇവരെ എംപ്ലോയബിളാക്കി മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ കുട്ടികളും ഒരേ റീജിയണൽ നാഷണൽ പ്ലേയേഴ്സോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സോ ആയെന്ന് വരത്തില്ല. മറ്റു കുട്ടികളെയും നമ്മൾ അവരെവിടെയെങ്കിലും എത്തണം. ലൈഫിൽ അവരുടെ ഫ്ലോ മുറിഞ്ഞു പോകരുത്, അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവരെ ജോലി അവർക്ക് കണ്ടെത്തക്ക രീതിയിലുള്ള അവരെ എംപ്ലോയബിളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം കൂടെ അതൊരു ഞങ്ങളുടെ മുമ്പിൽ ചലഞ്ചായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ഈ ലിഫ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു കുടുംബമാണ്. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ജീവിക്കുന്നത് പോലെ ഞങ്ങളും ഒരുമിച്ച് കുട്ടികളോടൊത്ത് ഒരുമിച്ച് വസിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു പാർട്ടായി മാറിക്കൊണ്ട് അവരെ ഉന്നത തലത്തിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെയും ഏറ്റവും വലിയ ലക്ഷ്യം. മറ്റുള്ള അക്കാഡമിയേക്കാളും ലിഫ എന്നൊരു അക്കാഡമി വ്യത്യസ്തമാക്കുന്നത് മറ്റുള്ള ക്ലബ്ബുകളോ അക്കാഡമികളോ കുട്ടികളുടെ കായികപരമായിട്ടുള്ള വളർച്ചയ്ക്ക് മാത്രം പ്രാധാന്യം നൽകുമ്പോൾ ലിഫ എന്ന് പറയുന്നത് കുട്ടികളുടെ ലീഡർഷിപ്പിന് വേണ്ടിയും അവരുടെ ഡിസിപ്ലിന് വേണ്ടിയും എഡ്യൂക്കേഷന് വേണ്ടിയും ഏറെ പ്രധാനമായിട്ടും അവർക്കൊരു സ്പോർട്സ്മാൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയും ഈ 4 മേഖലകളിൽ നിന്നാണ് ലിഫ കുട്ടികൾക്കായിട്ട് അവരുടെ ജീവിതത്തിൽ പ്രക്രിയയിൽ വളർച്ച നൽകുന്നത്. പ്രധാനമായിട്ടും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ഒത്തിരിയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം ഈ കുട്ടികൾ നാളത്തെ സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലേണ്ടവരാണ്, നാളത്തെ സമൂഹത്തെ രൂപപ്പെടുത്തേണ്ടവരാണ്. ഇവർ വഴി ഇവരുടെ കുടുംബങ്ങൾ രക്ഷപ്പെടേണ്ടതാണ്. ഇവർ വഴി ഇവരുടെ സമൂഹത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരേണ്ടതാണ്. ഇവരുടെ വളർച്ച കാണുമ്പോൾ മറ്റുള്ള കുട്ടികളും നമുക്കും ഇത് സാധിക്കും എന്ന രീതിയിൽ അവരുടെ മനസ്സ് മാറ്റുവാനും അവരും ഇതേപോലെ രീതിയിൽ ഉയർച്ചയിലേക്ക് വരേണ്ടതാണ്. ഇതൊരു വലിയൊരു കൂട്ടായ പ്രവർത്തനമാണ്, ഒരു വളർച്ചയാണ്. ഒരു സമൂഹത്തിനെ, ഒരു നാടിനെ അല്ലെങ്കിൽ ആ കാണുന്ന പ്രദേശങ്ങളെ വളർത്തുവാനുള്ള ഒരു പ്രക്രിയയും കൂടിയാണ് ലിഫ ഫുട്ബോൾ അക്കാഡമി. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ലിഫ ഇന്നും വ്യത്യസ്തമാക്കുന്നത്. പലപ്പോഴും ഞാൻ എഡ്യൂക്കേഷൻ ഡയറക്ടറായിരുന്ന ആളാണ് ഡയസിസിൽ. അപ്പോൾ എഡ്യൂക്കേഷനുള്ള ചർച്ചകൾ ഞങ്ങളിത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ മറ്റുള്ള സ്കൂൾ എഡ്യൂക്കേഷനോടൊപ്പം തന്നെയും ഇതും വലിയൊരു മേഖലയാണ്, നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു മേഖലയാണ് കുട്ടികൾക്ക്. രണ്ടാമത് ഇന്ന് വളർന്നു വരുന്ന ഇത് ലഹരിയുടെ ഉപയോഗവും മറ്റുള്ള ദൂഷ്യവശങ്ങളിൽ നിന്നും കുട്ടികളെ ബദൽ ശക്തി, കായിക ശക്തിയെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധി കൂടിയാണ് ഇത്തരത്തിലുള്ള കായിക പരിശീലനങ്ങൾ. അതിന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഡെയിലി കളിക്കാൻ പോകുന്ന പരിശീലനത്തിന് വന്നൊരു കുട്ടി ഈ ഡീവിയേഷൻ ഇതിൽ പെട്ടുപോകുന്നില്ല. അവൻ്റെ കൂട്ടുകാർ ചിലപ്പോൾ വിട്ടുപോകുമ്പോഴും ഈ കുട്ടി അതിൽ വ്യത്യസ്തമായിട്ട് പെരുമാറുന്നു. കാരണം ഈ പരിശീലനം ഒരു ചിട്ടയായിട്ടുള്ള പരിശീലകൻ്റെ കീഴിൽ കിട്ടുകയാണെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോവുകയില്ല. ഞങ്ങൾ നിരവധിയായ മീറ്റിങ്ങുകൾ കൂടുകയും ഒഫീഷ്യൽസിനെയൊക്കെ ഉൾപ്പെടുത്തി വൈദികരുടെയും മറ്റ് നമ്മുടെ ബിഷപ്പുമാരുടെയും ഒക്കെ സാന്നിധ്യത്തിലിരുന്ന് ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് അപഗ്രഥിച്ച് അന്ന് ഞങ്ങൾ ഓൺ ചെയ്ത ഈ അക്കാഡമി ഇന്ന് ഈ മരിയൻ ക്യാമ്പസിനകത്ത് അതിഗംഭീരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോളിന് ഭാവി വാഗ്ദാനങ്ങളെ നൽകുന്ന ഒരു മഹത്തായ ഒരു സംരംഭമായിട്ട് ഇത് മാറും എന്നത് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇനിയും കൂടുതൽ ടീനേജിലുള്ള മക്കൾ ഇതിനകത്ത് ഇൻവോൾവ് ആകണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ മുൻകാലത്ത് കളിച്ചുപോയ ധാരാളം വ്യക്തികളുണ്ട്. അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഇന്ന് തീരപ്രദേശങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്, അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കരയിലേക്ക് വന്നുകൊണ്ടുള്ള ഫുട്ബോൾ, അത് ട്രിപ്പിൾസ് ആയിരുന്നാലും ഫൈവ്സ് ആയിരുന്നാലും അങ്ങനെയുള്ള മേഖലകളിലാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. അപ്പോൾ നമ്മൾ മുൻപേ കടന്നുപോയ ആളുകൾ പഠിച്ച കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും അതിലൂടെ കുട്ടികളെ പള്ളിയുമായിട്ട് ഈ സഭയുമായിട്ട് ഈ ആധ്യാത്മികതയുമായിട്ട് സ്പിരിച്വാലിറ്റിയുമായിട്ട് ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം നമുക്കറിയാമല്ലോ ഇന്ന് ഒരുപാട് ഈ കരാളഹസ്തങ്ങൾ നമ്മുടെയൊക്കെ കുട്ടികളെ ഇങ്ങനെ വലവീശി പിടിക്കുന്ന ഒരു മേഖല ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഈ സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു അന്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അതൊക്കെ
നമ്മുടെ വീട്ടിനകത്ത് പ്രവേശിക്കേണ്ട, നമ്മുടെ നാട്ടിനകത്ത് പ്രവേശിക്കേണ്ട ദിനങ്ങളും മറ്റും കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തുറവി ഉണ്ടാകണം എന്നുള്ളതാണ്. ഇനി മറ്റ് പാരിഷുകളും മറ്റ് രൂപതയിലായിരുന്നാലും ഈ പറയുന്ന ശുശ്രൂഷാ സമിതികളോടൊപ്പം തന്നെ ഈ സ്പോർട്സ് വിങ്ങിന് ശുശ്രൂഷയോടൊപ്പം സമാനമായിട്ടുള്ള ഒരു വിങ് വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെല്ലാ രൂപതയിലും വരണം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെയൊക്കെ കുട്ടികളെ അവർക്കിഷ്ടപ്പെട്ട ടേസ്റ്റ് എന്താണോ അത് കണ്ടെത്തി, അത് സ്പോർട്സ് അവർ ഏജിൽ ടീനേജിൽ അവർക്ക് മസ്റ്റായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികളെ സ്പോർട്സിലേക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു ശുശ്രൂഷ പോലെ തന്നെ സ്പോർട്സ് മിനിസ്ട്രി ആയിട്ട് തന്നെ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ പിതാക്കന്മാരായിരുന്നാലും ഇടവകയിലെ വൈദികരായിരുന്നാലും അത് ഓൺ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ അക്കാഡമികൾ രൂപപ്പെട്ടു വരുന്നതിലൂടെ കുട്ടികളെ നമ്മുടെ കരവലയത്തിനകത്ത് നിർത്തുവാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് നേതൃത്വം നൽകുന്ന മറ്റു മേഖലകളിൽ ഉള്ള എല്ലാവരും തന്നെ ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ആധ്യാത്മികത പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മേഖലയാണ് തീർച്ചയായിട്ടും സ്പോർട്സ് എന്നുള്ള ഒരു മനസ്സിലാക്കൽ അത് കണ്ടെത്തി കുട്ടികളെ നമ്മുടെ കൂടെ നിർത്തുവാനും എല്ലാ പള്ളികളിലും തന്നെ ഒരു അക്കാഡമിയായിട്ട് തന്നെ സ്പോർട്സ് അക്കാഡമിയായിട്ട് തന്നെ വരികയും അതിന് നേതൃത്വം ബഹുമാനപ്പെട്ട വൈദികരും അതുപോലെ തന്നെ ബിഷപ്പുമാരും മെത്രാന്മാരൊക്കെ നൽകിക്കൊണ്ട് പോകുന്ന ഒരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് അപ്രകാരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.